ഡൽഹിയിലെ എ.പി. സർക്കാരിന്റെ ഭരണകാലത്തെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള CAG റിപ്പോർട്ടുകൾ ഇന്ന് നിയമസഭയിൽ. മുഖ്യമന്ത്രിയുടെ വസതിയുടെയും മൊഹല്ല ക്ലിനിക്കുകളുടെയും നവീകരണത്തിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളടക്കമാണ് റിപ്പോർട്ടിലുള്ളത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ ചേരുകയാണ്. എ.പി. സർക്കാരിന്റെ ക്രമക്കേടുകൾ റിപ്പോർട്ടാണ് ഇന്ന് നിയമസഭയിൽ വയ്ക്കുന്നത്. എ.പി. സർക്കാരിന്റെ ഭരണകാലത്തെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള CAG റിപ്പോർട്ടുകൾ ഇന്നാണ് BJP സർക്കാർ നിയമസഭയിൽ വയ്ക്കുക. മുഖ്യമന്ത്രിയുടെ വസതിയുടെയും മൊഹല്ല ക്ലിനിക്കുകളുടെയും നവീകരണത്തിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഗൗതം വിശദാംശങ്ങളുമായി ചേരും. ഗൗതം, ഇന്നാണ് ഈ റിപ്പോർട്ടുകളുടെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട സമഗ്രമായ റിപ്പോർട്ട് BJP സർക്കാർ നിയമസഭയിൽ വയ്ക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ കൂടി. 14 CAG റിപ്പോർട്ടുകളാണ് പ്രധാനമായും BJP സർക്കാർ ഇന്നിപ്പോൾ നിയമസഭയിൽ വയ്ക്കാൻ പോകുന്നത്. നേരത്തെ രേഖാ ഗുപ്ത സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആം ആദ്മിക്ക് വലിയ തിരിച്ചടി നൽകുന്ന ഈ ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു. ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ CAG റിപ്പോർട്ടുകൾ സഭയിൽ വയ്ക്കുമെന്നത് BJPയുടെ പ്രഖ്യാപിത നയമാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനമായതാണ്. ഇന്നിപ്പോൾ ഡൽഹി നിയമസഭയുടെ രണ്ടാമത്തെ ദിനമാണ്. ഇന്നലെ ആണ് 3 ദിവസത്തെ സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായി ഇന്നലെ നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞയും അതുപോലെ തന്നെ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നടന്നതെങ്കിൽ ഇന്നിപ്പോൾ പ്രധാനമായും ഈ CAG റിപ്പോർട്ടുകൾ മേശപ്പുറത്ത് വയ്ക്കാൻ പോകുന്നു. ആം ആദ്മി സർക്കാർ അധികാരത്തിൽ ഇരുന്ന സമയത്ത് ഡൽഹിയിൽ നടത്തിയിട്ടുള്ള ക്രമക്കേടുകളും കെടുകാര്യസ്ഥതയും വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ജലബോർഡ് അഴിമതി, അതോടൊപ്പം തന്നെ കെജ്രിവാളിന്റെ വസതി മോടി പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതി, ഏറ്റവും ഉപരിയായി ഡൽഹി മദ്യനയ അഴിമതി, ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ധാരാളം ക്രമക്കേടുകൾ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആം ആദ്മി പാർട്ടി നടത്തിയിട്ടുണ്ട്. ഇതിനെയൊക്കെ തുറന്നു കാട്ടുന്ന CAG റിപ്പോർട്ടുകൾ വളരെ ബോധപൂർവം ആം ആദ്മി സർക്കാർ പൂഴ്ത്തി എന്നതായിരുന്നു BJPയുടെ വിമർശനം. എന്തായാലും ഇന്നിപ്പോൾ നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ 2ാം ദിനമാണ്. ഈ ദിവസം ഈ CAG റിപ്പോർട്ടുകൾ ഈ സഭയിൽ വെക്കാൻ ഒരുങ്ങുകയാണ്. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.